ഹലോ ഗൈസ്, അപ്പം 2 ദിവസമായിട്ട് എൻ്റെ ബ്രദർ ടോപ്പൺ മേക്കർ ഈ റൂമിലില്ല. അപ്പം ഞാൻ ഈ റൂം കയ്യേറിയിരിക്കുകയാണ്. അപ്പം എങ്ങോട്ട് പോകണതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അങ്ങാടിയിലേക്ക് പോകണം. അപ്പം ഞാനിവിടെ പോകണമെങ്കിലും കുറച്ച് ലിപ്സ്റ്റിക് ഇടും, കുറച്ച് ലിപ്സ്റ്റിക്കാണ് ഇടുള്ളൂ. പിന്നെ നമ്മളിതാ ഇതിൻ്റെ പിരിവ് കണ്ടു, ഭയങ്കര കട്ടിയുള്ള പിരിവാണ് എൻ്റെത്. അമ്മൂമ്മ അങ്ങനെയല്ലല്ലോ പാരമ്പര്യപരമായിട്ട് ഞങ്ങൾ ഭയങ്കര കട്ടിയുള്ള പിരിവക്കാരായതുകൊണ്ടും ഇത് ത്രെഡ് ചെയ്താൽ പെട്ടെന്ന് വളരുന്നത് കൊണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ നൂല് വെച്ചിട്ട് ഇങ്ങനെ ആക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഭയങ്കര പെയിൻഫുള്ളായിരിക്കും കട്ടിയുള്ളതുകൊണ്ട്. സോ ഞാൻ സാധാരണ യൂസ് ചെയ്തത് ഇതാണ് എനിക്ക് കംഫർട്ട്. ഈ ഫേഷ്യൽ റൈസറിനെക്കാട്ടിലും കൂടുതൽ എനിക്കൊരു കംഫർട്ട് തരൽ ഇതാണ്. ഇത് 1-2 വട്ടം യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി. മറ്റേത് അങ്ങനെയല്ലല്ലോ, പെട്ടെന്ന് അതിന് മൂർച്ച പോവും. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ട് ഇതാണ്. അപ്പം നമുക്ക് അതിക്രമിച്ച് നിൽക്കുന്ന കുറച്ച് പുരികങ്ങളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. കേട്ടോ, ഇങ്ങനെ അധികമൊന്നുമില്ല. നമ്മൾ ലിപ്സ്റ്റിക് ഇടണം. ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇടാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിട്ട് ഇനി ഈ ചപ്പറം മുടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡി. അതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് അങ്ങാടി പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ പോർച്ചുഗലിൻ്റെ കൊടിയുള്ള നാട്ടിലൂടെ യാത്ര തുടങ്ങുകയാണ്. പച്ചപ്പരവതാനി വിരിച്ച ആകാശങ്ങളും നീല ഞരമ്പുകളുടെ ഭൂമിയും ചുവന്ന ഭൂമിയും അങ്ങനെയെല്ലാമുള്ള എൻ്റെ നാട്ടിലൂടെ ഞാൻ റൈഡർ കണ്ണാപ്പിയായി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനങ്ങളോ മുന്നിലുണ്ടാവുന്ന അപകടങ്ങളോ ഞാൻ ഭയപ്പെട്ടില്ല. പകരം ഞാൻ ഭയപ്പെട്ടത് ഇനി ഏതെങ്കിലും വല്ല ചേട്ടന്മാർ വന്നിട്ട് ഈ ഫോണും പൊക്കി പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു കേസ്. നമ്മളിപ്പം അങ്ങാടി പോകാൻ നിൽക്കണം. പകുതി എത്തിയപ്പം നിർത്തിയതാണ്. പോയാലോ നമുക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഓരോ ആളുകളെ കാണുമ്പോഴും എതിരോരോ വാഹനം വരുമ്പോഴും ഞാൻ എൻ്റെ ഫോൺ താഴ്ത്തും, പിന്നെയും പൊക്കും, പിന്നെയും താഴ്ത്തും. അതന്നെയായിരുന്നു പരിപാടി. അങ്ങനെ പൊക്കിയും താഴ്ത്തിയും ഞാൻ അവിടെ എത്തി. സാധനം വാങ്ങി എൻ്റെ നാട് 1-2 വ്യൂവിൽ കാണിച്ചു. പിന്നെ എന്നെ തന്നെ ഒന്ന് നോക്കി. പിന്നെ ഇറച്ചി വെട്ടി വന്നപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുപോയി. ഇറച്ചിയൊക്കെ വെട്ടിക്കൂട്ടി വന്നപ്പം ഏതോ ഒരു രായപ്പനെ മറ്റേ ആൾ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ റോഡും ഈ കാടും ഈ ആകാശവും അല്ലാതെ വേറെ എന്ത് തേങ്ങയാണ് ഇവിടെ കാണാനുള്ളത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാലും ഒരേ ഫ്രെയിമിലുള്ള കാഴ്ച അടുത്ത ഫ്രെയിമിലില്ലല്ലോ, അതാണ് ഇതിൻ്റെ ഒരു അത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു, റോഡിലൂടെ പോയി കാറ്റ് കൊണ്ടു മൂളിപ്പാട്ട് പാടാതെ അങ്ങനെ തിരിച്ചു വന്നു. വളവുകളും തിരിവുകളുമുള്ള റോഡായിരുന്നു അത്. വളവുകൾ കഴിഞ്ഞപ്പോൾ തിരിവുകൾ വന്നു, തിരിവുകൾ കഴിഞ്ഞപ്പോൾ വളവുകൾ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ആകാശം നീലിക്കുകയും ഈ സൂര്യൻ വന്നെന്നെ ഉമ്മ വെക്കുകയും ചെയ്തപ്പോൾ ഈ ഭൂമി ഇത്ര സുന്ദരമാണെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ഈ സൂര്യൻ വരുമ്പോൾ ഈ ഫോട്ടോയിലും ഫ്രെയിമിലൊക്കെ കുറച്ചൊക്കെ ഒരു ഭംഗിയുണ്ട് തോന്നുന്നേ. നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നണേ? എനിക്ക് കാണിക്കാൻ എൻ്റെ മൂന്തയും പിന്നെ ഈ ആകാശവും 4-5 കവുങ്ങുകളും ഒരു ട്രാൻസ്ഫോമറും പിന്നെ കുറച്ച് തെങ്ങും അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇവിടെ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരാണ്. നേരെ വരാം. അങ്ങനെ കേസ് നമ്മൾ പഞ്ചായത്ത് വിട്ട അന്താരാഷ്ട്ര യാത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കറണ്ടില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും വന്നു ഗൈസ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ മറക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.